ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥമുണ്ടാകാനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് നവംബർ 30, ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച, അവസാനത്തെ ദിവസം. കർത്താവായ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ഈ ഒരു മാസം മുഴുവനും നമ്മെ നയിച്ച കർത്താവിന് ഈ മാസാവസാനമായ ഇന്ന് പ്രത്യേകം നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സകല അശുദ്ധിയും അന്ധകാരങ്ങളും അകറ്റുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്നത്. അവിടുത്തെ ക്ഷണം സ്വീകരിച്ച് നാം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ ഉയർത്താൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം എന്ന് നാം ഓർക്കുക. ഇന്ന് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അന്ധകാരം അകറ്റി കുടുംബത്തിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നും നമ്മുടെ അന്ധകാര അവസ്ഥ, നമ്മുടെ തകർച്ചയുടെ അവസ്ഥ മാറ്റി ഒരു ഉയർന്ന ജീവിതം കർത്താവിൽ നിന്നും നമുക്ക് പ്രാപിക്കാൻ ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിലും ഉപരി അന്ധകാരത്തെ വെല്ലുന്ന പ്രകാശം കൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് നാം പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നുവരെയുള്ള ജീവിതത്തെ സമർപ്പിച്ച് അടുത്ത ഒരു പുതിയ മാസത്തെ വരവേൽക്കാനായി ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൽ നമുക്ക് ഈ വർഷം ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഇനി ഒരു മാസമേ ഉള്ളൂ ഈ വർഷത്തിൽ. അതിനാൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ഇനി ഒട്ടും തന്നെ സമയം വൈകിക്കാതെ ചെയ്യാനുള്ള ജോലികളെ ചെയ്തു തീർത്ത്, ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്ത് സ്വസ്ഥമാകാൻ ഈ വർഷത്തെ എല്ലാ പദ്ധതികളെയും പൂർത്തീകരിക്കാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സഹായവും ശക്തിയും പ്രാപിച്ച് അവിടുത്തെ കൃപയാൽ നിറഞ്ഞ് നാം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നുവരെ നമ്മെ പരിപാലിച്ച ദൈവം ഇനിയും നമ്മെ പരിപാലിക്കും. അവിടുന്ന് നമ്മെ തകർക്കുകയില്ല, അവിടുന്ന് നമ്മെ ലജ്ജിപ്പിക്കുകയില്ല. ഈ വർഷത്തിൻ്റെ ഓരോ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെ, നാം നഷ്ടപ്പെടുത്തിയ കഴിവുകളെ, സമയം, ഇവയെല്ലാം ഓർത്ത് ഈ അടുത്ത മാസം ഡിസംബർ മാസത്തിൽ പൂർണ്ണമായും നമുക്ക് പ്രവർത്തന നിരതരാകാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് നാം സമയം ഒട്ടും തന്നെ പാഴാക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നതിനു വേണ്ടി കഠിന പരിശ്രമം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ നവംബർ മാസം മുഴുവനും നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു, ഞങ്ങളെ വഴി നടത്തി. അതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ മാസം ചെയ്തു തീർക്കാൻ കഴിയാഞ്ഞ പല ജോലികളും പല ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. അടുത്ത പുതിയ മാസം തുടങ്ങുന്നതിന് മുൻപ്
ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നിന്റെ സഹായം ഞങ്ങൾക്കുണ്ട് എങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. അതോടൊപ്പം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിന്റെ ഹിതപ്രകാരമാണ് എങ്കിൽ നീ അത് ചെയ്തു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഈ ഒരു മാസക്കാലത്തെ നീ ക്രമീകരിച്ച കാര്യങ്ങളെ ഓർത്ത്, നീ നടത്തിയ അത്ഭുതങ്ങളെ ഓർത്ത്, നീ നൽകിയ സമാധാനത്തെ ഓർത്ത്, നീ നൽകിയ സന്തോഷത്തെ ഓർത്ത് ഇന്ന് പൂർണ്ണമായി ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശത്തിൻ്റെ ജീവിതമാക്കി, നന്മയുടെ ജീവിതമാക്കി, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, ഭവനത്തിൽ നിന്നും, ഞങ്ങളായിരിക്കുന്ന എല്ലായിടത്തു നിന്നും സകല അന്ധകാരം മാറ്റി അശുദ്ധിയുടെയും പാപത്തിൻ്റെയും തകർച്ചയുടെയും പരാജയങ്ങളുടെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും അന്ധകാരം നീക്കം ചെയ്ത് കർത്താവേ, ലക്ഷ്യപ്രാപ്തിയുടെയും സമാധാനത്തിൻ്റെയും ഉന്നമനത്തിൻ്റെയും ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ഉദയം ചെയ്ത ദീപ്തിയായ കർത്താവായ യേശു ക്രിസ്തുവേ, ആര് നിന്നിലും നീ അവരിലും വസിക്കുന്നുവോ അവർ ഒത്തിരി ഫലം പുറപ്പെടുവിക്കും എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഫലമില്ലാത്ത മേഖലയിൽ ഫലം കാണാനും അത് ദൈവമഹത്വത്തിന് ഇടയാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഫലരഹിതമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം കാണുന്നതിന് ഞങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ അത് ഫലം കാണുന്നതിന് ഇന്ന് നീ ഞങ്ങളിൽ പ്രവർത്തിച്ചേ മതിയാകൂ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നീ ഞങ്ങളെ മോചിപ്പിക്കണമേ. സകല അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിച്ച് ദൈവത്തിൻ്റെ നന്മയാലും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്താലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുന്നോട്ട് വിടാതെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന അലസതയും മടിയും ഉത്സാഹമില്ലായ്മയും താല്പര്യക്കുറവും എല്ലാം എടുത്തുമാറ്റി ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നുന്ന ചിന്തകളെ ദൂരീകരിച്ച് ഈ ജീവിതത്തിന്, കർത്താവ് നൽകിയ ഈ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ട്, വലിയ മൂല്യമുണ്ട്, നാം എടുക്കുന്ന ഓരോ ശ്വാസത്തിനും വലിയ മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കി കർത്താവ് നൽകിയ കഴിവും ആരോഗ്യവും ശക്തിയും ബുദ്ധിയും എല്ലാം വെച്ച് അവസരങ്ങളെ ഉപയോഗിക്കാൻ ദൈവമേ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. നീ ഇന്ന് ഈ മക്കളെ നീ അനുഗ്രഹിച്ച് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രത്യേകം സംരക്ഷിച്ച് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം കാണാൻ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികൾ പോകുന്ന യാത്രകൾ എല്ലായിടവും നിന്റെ കരുതൽ ഞങ്ങൾക്കുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് മുൻപേ നീ പോയി ഞങ്ങൾക്കായി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇന്ന് സുരക്ഷിതമായി തിരികെ ഭവനത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ യാത്രയിൽ, ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ എല്ലാം നിന്റെ സാന്നിധ്യമുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം പരീക്ഷ ഉള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില പ്രത്യേക പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ഞാൻ സമർപ്പിക്കുന്നു. കുടുംബത്തിലുള്ള രോഗപീഠകളും വിട്ടുമാറാത്ത തകർച്ചകളെയും ഞാൻ സമർപ്പിക്കുന്നു.
കരുണാമയനായ ദൈവമേ, ഇന്നെല്ലാ കാര്യങ്ങളിലും നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടായി. ഇന്ന് ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങളിൽ പൂവണിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകി. ഇന്ന് വരെ കണ്ട കാഴ്ചപ്പാടിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് നൽകി, ദൈവികമായ കാഴ്ചപ്പാടുകൾ നൽകി. ദൈവം എങ്ങനെ ഞങ്ങളെ കാണുന്നു അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളെ കാണാനുള്ള കൃപ നൽകി, ആവശ്യമായ മാറ്റങ്ങൾ ഞങ്ങളിൽ വരുത്തുന്നതിനുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാൻ ആവശ്യമായ വിജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളെ പ്രത്യേകം നീ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ ഓരോരുത്തർക്കും ശരീരത്തിന് സൗഖ്യം നൽകി, ആരോഗ്യം നൽകി, പുതിയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നീ കൃപ കൊടുത്ത് ഈ മക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാറ്റിലും ഉപരി നിന്റെ അനന്തമായ സ്നേഹവും സമാധാനവും ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി ദൈവിക സ്വഭാവത്തിന് ഉടമകളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്ത നാഥ, നിന്റെ സന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തെ, ഈ സമൂഹത്തെ, ഈ മക്കളെ നീ കരുണയോടെ കാത്തുകൊണ്ട് അവരുടെ എല്ലാ ജീവിത ആവശ്യങ്ങളിലും നീ സഹായിച്ച് അവരെ സംരക്ഷിച്ച് സമാധാനപരമായ ജീവിതം നൽകി ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നുവരെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ മാസാവസാനമായ ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രത്യേകം കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ക്രമക്കേടുകൾ മാറ്റി എല്ലാം ക്രമമായി ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങളിലും ഒരു പൂർത്തീകരണം വരുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അമ്മ അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ അവിടുന്ന് നിന്നോട് ചേർന്ന് പ്രവർത്തിക്കട്ടെ. ഇന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നിന്റെ യാത്രകളിൽ കൂടെയിരുന്ന് സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.